യജമാനനേൽപ്പിച്ച വേലയുമായി പോകാം സുവിശേഷ പോർക്കളത്തിൽ. യജമാനനേൽപ്പിച്ച വേലയുമായി പോകാം സുവിശേഷ പോർക്കളത്തിൽ. കരുതുവാനും നിന്നെ കാക്കുവാനും കൂടെ വരും നിൻ യജമാനനായി. കരുതുവാനും നിന്നെ കാക്കുവാനും കൂടെ വരും നിൻ യജമാനനായി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞ് നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, ഞാൻ അവനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിത്യനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിനെ വർദ്ധിപ്പിച്ചു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം അബ്രഹാമിനെ വിളിക്കുകയും അബ്രഹാമിനെ വേർതിരിക്കുകയും അബ്രഹാമിൽ വൻകാര്യങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം കൃപ കാണിക്കുകയും ചെയ്തു എന്ന് തിരുവചനത്തിലെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും ആവർത്തിച്ച് നാം കാണുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്ന ഒരു വസ്തുതയാണ് അബ്രഹാമിന് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ. ഉൽപ്പത്തി പുസ്തകം തന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ അനുഗ്രഹം എന്ന വാക്ക് ധാരാളം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചതിനെക്കുറിച്ച് പിൽക്കാലത്ത് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയും, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേറഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്നു കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ചു. അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവം അബ്രഹാമിനെ വർദ്ധിപ്പിച്ചു. അബ്രഹാമിൻ്റെ പഴയകാലം അത്ര ശോഭനമായിരുന്നില്ല. അബ്രഹാമിൻ്റെ പൂർവ്വകാലം വിഗ്രഹാരാധിയായി കഴിഞ്ഞ കാലമായിരുന്നു. അപ്പനായ തേറഹിനോടുകൂടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പതിവുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാം സത്യദൈവ വിശ്വാസി ആയിരുന്നില്ല. അബ്രഹാം ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. അബ്രഹാമിന് ദൈവത്തെ പരിചയമില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, നിത്യനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിനെ വേർതിരിച്ചു, അബ്രഹാമിനെ പുറപ്പെടുവിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടു. ദൈവം അബ്രഹാമിനെ തന്മൂലം അനുഗ്രഹിച്ചു, അനുഗ്രഹപാത്രമാക്കി തീർത്തു. അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം അബ്രഹാമിനെ ഉയർത്തി. അബ്രഹാമിനെ ദൈവം ഉയർത്തി വർദ്ധിപ്പിച്ചു. എല്ലാ നന്മകൾ കൊണ്ടും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. വേദപുസ്തകം വായിച്ചു വരുമ്പോൾ നാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും യാക്കോബിൻ ലേഖനം 2-ാം അധ്യായത്തിലുമെല്ലാം അബ്രഹാമിനെക്കുറിച്ചുള്ള ദൈവിക നിർണയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത്
അവന് നീതിയായി കണക്കിട്ടു എന്ന് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ പറയുന്നു, പുതിയ നിയമത്തിൽ കൂടെ കൂടെ പറയുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അനുസരിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് പോകുക, അതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. കണ്ണുകാഴ്ച കിട്ടുന്ന ഒരനുഭവമാണത്. ആന്തരികമായി വെളിവ് കിട്ടുന്നൊരു അനുഭവമാണ്. അകത്തെ കണ്ണ് തുറന്നു കിട്ടുന്ന അനുഭവമാണ്. വിദ്യാഭ്യാസം ഉണ്ടായാലും ഈ ആന്തരിക കാഴ്ച ലഭിക്കണമെന്നില്ല. സമ്പത്തുണ്ടായാലും ലഭിക്കണമെന്നില്ല. സൗകര്യങ്ങളും സാഹചര്യങ്ങളും വളരെ മനോഹരമായിരുന്നാലും ആന്തരികമായ കണ്ണുകാഴ്ച കിട്ടണമെന്നില്ല. ആന്തരികമായ കണ്ണുകാഴ്ച കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ അത്ഭുതമാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, എങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്? ദൈവത്തിന് പ്രസാദം തോന്നി. സ്നേഹിതരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിൻ്റെ വെളിവ് ലഭിക്കാനിടയായി എന്നുള്ളത് അതൊരു ദൈവകൃപയാണ്. അത് ദൈവത്തിൻ്റെ പ്രസാദമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിന് നമ്മോടുള്ളതായ വാത്സല്യ തികവിൻ്റെ മകുടോദാഹരണമാണ്. നമുക്ക് ആന്തരികമായ കാഴ്ച കിട്ടുന്നു, നമുക്കൊരു മാനസാന്തരം കിട്ടി, അതൊരു ഭാഗ്യമാണ്, ദൈവകൃപയാണ്. നമുക്ക് ആത്മീയ കാര്യങ്ങളോട് താല്പര്യം വന്നു, അത് ദൈവം തന്ന ഒരു മഹാഭാഗ്യമാണ്, ദൈവത്തിന് കൃപയാണ്. നമുക്ക് തിരുവചനം വായിക്കാൻ അതിന് ഒരു മധുര അനുഭൂതി ലഭിച്ചു, അത് ദൈവം തന്ന കൃപയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സ്നേഹിതരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അബ്രഹാമിന് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നതിന് പൂർവികമായ മേന്മകൾ എന്തെങ്കിലും ഉള്ളതായി വേദപുസ്തകത്തിൽ തെളിവില്ല. ദൈവത്തിനങ്ങനെ പ്രസാദം തോന്നി. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദൈവം ഈ അബ്രഹാമിനെ വിളിക്കുന്നത് എൻ്റെ സ്നേഹിതനെന്നാണ്. അബ്രഹാമിനെ ദൈവം സ്നേഹിതനെന്ന് വിളിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് ഭൂമിയിലെ ഒരു മനുഷ്യനെ വിളിക്കുക എന്തൊരു വലിയ പദവിയാണത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവൻ്റെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതൻ. ദൈവത്തിന് സ്തോത്രം. എന്തൊരു മഹനീയമായ പദവിയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനാകുക. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയും, ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന്. ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല, എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ അവൻ തൻ്റെ സ്നേഹിതനായി കണക്കാക്കിയിരിക്കുന്നു. ശിഷ്യന്മാരെ സ്നേഹിതന്മാരായി കണക്കാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 14 എന്നുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരായി തിരഞ്ഞെടുത്തെന്നാണ് തുടർന്ന് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരായി ഞാൻ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹിതനാകുക എന്നുള്ള പദവിയാണ് അബ്രഹാം ലഭിച്ചത്. കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കും അതേ എനിക്കും ഈ പദവിയാണ് ലഭിക്കുന്നത്.
ദൈവത്തിൻ്റെ സ്നേഹിതനാകുക എന്നുള്ള പദവി. ദൈവത്തിൻ്റെ സ്നേഹിതനായാലുള്ള ഗുണം എന്താണ്? അത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ദൈവം തൻ്റെ ഉള്ളു തുറന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് തുറന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതായ വേദനകൾ തുറന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളതായ ആഗ്രഹങ്ങൾ തുറന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് മറച്ചു വയ്ക്കാതെ ദൈവപുരുഷനോട് തുറന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനോട് തുറന്ന് പറയുകയാണ്. സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. ദൈവം, ജീവനുള്ള ദൈവം അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ പ്രത്യക്ഷപ്പെട്ട ദൈവം അബ്രഹാമിനെയും കൂട്ടിക്കൊണ്ട് ദൈവം അവിടെ നിന്നിങ്ങനെ ഇറങ്ങുകയാണ്, നടന്ന് നീങ്ങുകയാണ്. ദൈവം അല്പം നീങ്ങിച്ചെന്നപ്പോൾ അബ്രഹാമിനെ നിർത്തിയിട്ട് അബ്രഹാമിൻ്റെ തോളിൽ ദൈവം കൈയിട്ടു. ഞാനങ്ങനെ ഭാവനയിൽ കാണട്ടെ. അബ്രഹാമിൻ്റെ തോളിൽ ദൈവം കൈയിട്ട് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുമോ? എന്താണ് പറയുന്നത്? വരാനിരിക്കുന്ന വലിയൊരു വിപത്തിനെക്കുറിച്ചുള്ളതായ മുന്നറിയിപ്പാണ് ദൈവം പറയുന്നത്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിന് വരാൻ പോകുന്ന ഭീകരമായ ശിക്ഷാവിധിയെക്കുറിച്ചാണ് ദൈവം അബ്രഹാമിനോട് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും അബ്രഹാമിന് തൻ്റെ ഹൃദയം തുറക്കുവാൻ കാരണമായി തീർന്നു. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം നമ്മോട് ഉള്ളു തുറന്ന് ചിലത് പറയുന്നുണ്ട്, ഹൃദയം തുറന്ന് ചിലത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വേദനകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. കേൾക്കാൻ ആരുണ്ട്? നിത്യനായ ദൈവത്തിൻ്റെ വേദന അവൻ തുറന്നു പറയുന്നത് കേൾക്കാൻ ആരുണ്ട്? ദൈവം നമുക്ക് ചില അനുഭവങ്ങൾ തരുന്നുണ്ട്. ദൈവം നമുക്ക് അനുഗ്രഹീതമായ എള്ളപ്പാടുകൾ തരുന്നുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം വചനം തന്ന് ദൈവം തൻ്റെ വഴിയിൽ കൂടി നമ്മെ നടത്തുകയാണ്. ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹമാണ് നമ്മെ സന്ദർശിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മോട് ഇടപെടുന്നത്. ആ വാത്സല്യമാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വരുംകാല സംഭവങ്ങൾ, വരാനിരിക്കുന്ന ഈ ആപത്തുകൾ, വരുന്ന അപകടങ്ങൾ ദൈവം മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നാം ശ്രദ്ധിച്ചുകൊള്ളുക. അനുഗ്രഹം വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ചെവിക്കൊള്ളുക. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നമുക്ക് വരണമെങ്കിൽ വർദ്ധിച്ച് വർദ്ധിച്ച് നാം ദൈവത്തിൻ്റെ അനുഗ്രഹപാത്രമായി തീർന്ന് ഉയരണമെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നാം ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു, ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വസിച്ചു, ദൈവം കൽപ്പിച്ചത് വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവൻ്റെ നീതിയായി കണക്കിട്ടു. വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ നിൽക്കുന്നില്ല, അത് അനുസരണത്തിലേക്ക് നീങ്ങുന്നതാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവനത് അനുസരിച്ചു. എന്തിനെന്ന് ചോദിച്ചില്ല, എങ്ങനെയെന്ന് ചോദിച്ചില്ല, അവൻ യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നവൻ ചിന്തിച്ചില്ല. ദൈവം അവനോട് പറഞ്ഞു, അവൻ അനുസരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലരെ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുമായിരിക്കും, കർത്താവേ, നീ എന്നോട് നേരിട്ടിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കാമായിരുന്നല്ലോ, ഞാൻ അനുസരിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നേരിട്ട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കരുണയുള്ള കർത്താവിൻ്റെ സുവിശേഷ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം നേരിട്ട് നമുക്ക് ലഭിക്കുന്നു. ദൈവം നേരിട്ട് നമ്മോട് സംസാരിക്കുന്നു. മകനെ, നിനക്ക് കിട്ടിയിട്ടുള്ളത് നീ അനുസരിച്ചുവോ? നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ ഈ തിരുവചനത്തിൽ കൂടി പറഞ്ഞു തന്നുള്ളൂ, നീ അനുസരിച്ചുവോ? എങ്കിൽ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നാണ് കർത്താവ് പറയുന്നത്. നീ അല്പത്തിൽ വിശ്വസ്തനായോ, അധികത്തിലേക്ക് ഞാൻ നിന്നെ നടത്താമെന്നാണ് കർത്താവ് പറയുന്നത്. അല്പത്തിൽ നീ വിശ്വസ്തനായോ? മകളെ, നീ അല്പത്തിൽ വിശ്വസ്തയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സമയത്ത് തന്നതായ അരുളപ്പാടുകൾ നീ പാലിച്ചിട്ടുണ്ടോ? എൻ്റെ ഗ്രന്ഥത്തിൽ, എൻ്റെ വചനത്തിൽ, എൻ്റെ തിരുവെഴുത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ പൂർണ്ണമായി അനുസരിച്ച് നടന്നിട്ടുണ്ടോ? മുഴുവനായി അനുസരിച്ചാണോ നീ മുന്നോട്ട് പോയത്? എങ്കിൽ അധികത്തിലേക്ക് ഞാൻ നിന്നെ നടത്തിക്കൊള്ളാം. നിനക്ക് ഞാൻ കൂടുതൽ വർധനവ് തന്നുകൊള്ളാം, ഐശ്വര്യം തന്നുകൊള്ളാം, കൂടുതൽ ശോഭനമായ നാളുകളിലേക്ക് ഞാൻ നിന്നെ നയിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. ലഭിച്ചതിൽ വിശ്വസ്തരാകുക, കിട്ടിയതിൽ വിശ്വസ്തരാകുക. ഓരോരുത്തർക്കും വ്യക്തമായ അരുളപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് നേരിട്ട് ദൈവം സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവം ആകത്തക്കവണ്ണം ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്.
ദൈവം നിങ്ങളോട് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളോട് സംസാരിച്ചതിലെല്ലാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ വിശ്വസ്തരായിരുന്നുവോ? അബ്രഹാം ദൈവം സംസാരിച്ചത് കേട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. വിശ്വാസം അബ്രഹാമിൻ്റെ ഒരു മൂലധനമായിരുന്നു. അബ്രഹാമിൻ്റെ ആ മൂലധനം അവനത് കൈകാര്യം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവൻ ആ മൂലധനം വെച്ചുകൊണ്ട് അവൻ വ്യാപാരം ചെയ്തു, അവനത് വർദ്ധിപ്പിച്ചു. വിശ്വാസം എന്ന മൂലധനം കൊണ്ട് അനുസരണം എന്ന വർധനവിലേക്ക് അവൻ മുന്നോട്ട് നീങ്ങി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ അനുസരണമുള്ളവരായിത്തീരുവീൻ, വചനമനുസരിക്കുന്നവരായിത്തീരുവീൻ. എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു. എൻ്റെ വചനം ലഭിക്കുന്നു പോരാ, ലഭിച്ചത് പ്രമാണിക്കുന്നു. എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. ക്രിസ്തുവിൻ്റെ വചനം ലഭിക്കുന്നു, വചനം പ്രമാണിക്കുന്നു. വചനം ലഭിക്കുന്നത് ഒന്നാമത്തെ കാര്യം, അത് പ്രമാണിക്കുന്നത് രണ്ടാമത്തെ കാര്യം. രണ്ടും ചേർന്ന് വരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം ലഭിക്കുന്നുണ്ട്, നാം അത് പ്രമാണിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അത് ചൈതന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് മർമ്മഭേദിയായി പിളർന്നു ചെല്ലുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിലേക്ക് ഊളിയിട്ട് കടന്നു ചെല്ലുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളോട് സംസാരിക്കുന്നതാണ്. എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. അബ്രഹാമിന് വചനം ലഭിച്ചു, അബ്രഹാം വചനം പ്രമാണിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേര് കിട്ടിയ ഈ അബ്രഹാമിൻ്റെ പൂർവ്വചരിത്രം എന്താണ്? നമുക്കറിയാം, അബ്രഹാം യേശുക്രിസ്തു ജനിക്കുന്നതിന് 2000 വർഷം മുൻപാണ് അബ്രഹാമിൻ്റെ കാലം. 2000 വർഷം മുൻപ്. നോഹയുടെ കാലം കഴിഞ്ഞ്, ജലപ്രളയ കാലം കഴിഞ്ഞ് ഒരു 400 വർഷം കഴിഞ്ഞാണ് അബ്രഹാം ഉണ്ടാകുന്നത്. അബ്രഹാമിൻ്റെ കാലം, നോഹയുടെ കാലം കഴിഞ്ഞ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയാമോ? നോഹയുടെ മക്കളിൽ ശേം, ഹാം, യാഫത്ത്, ഈ 3 മക്കൾ, അതിൽ ശേമിൻ്റെ വംശപരമ്പരയിലാണ് അബ്രഹാം വന്നത്, അബ്രഹാം ജനിച്ചത്. നോഹയുടെ മക്കളിൽ ഒരാൾ ശപിക്കപ്പെട്ടവനായി തീർന്നു. നോഹ തന്നെ നാവെടുത്ത് ശപിച്ചു, കനാൻ ശപിക്കപ്പെട്ടവനെന്ന്. കനാൻ ഹാമിൻ്റെ മകനാണ്. ഹാമിൻ്റെ മകനായ കനാൻ ശപിക്കപ്പെട്ടു. ശേം, ഹാം, യാഫത്ത് 3 മക്കളാണ് നോഹയ്ക്കുള്ളത്. ഈ 3 മക്കളിൽ ഒരു മകൻ ശപിക്കപ്പെട്ടു, അവൻ്റെ സന്തതി പരമ്പരയും ശപിക്കപ്പെട്ടു. ശേമിൻ്റെ മക്കൾ അവർ അനുഗ്രഹീതരായി. നോഹ ശേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവനെന്ന് പറയുന്നുണ്ട്, ശേം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ശേം അനുഗ്രഹപാത്രമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൻ അനുഗ്രഹിച്ച മകനാണ് ശേം. ആ അനുഗ്രഹത്തിൻ്റെ ആ ഒരു പിന്തുടർച്ചയുടെ കണ്ണിയായിട്ടാണ് അബ്രഹാം വന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൂർവ്വീയ പിതാക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെ കണ്ണിയായി വരുവാൻ നമുക്ക് സാധിക്കുന്നത് ഭാഗ്യമാണ്. പൂർവ്വീയ പിതാക്കന്മാർ, ആദിമകാല പിതാക്കന്മാർ, അവർ വിശ്വാസ വീരന്മാരായിരുന്നു. അവർ ഏക ഹൃദയമുള്ളവരായിരുന്നു, ഒരു മനസ്സുള്ളവരായിരുന്നു. അവർ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം കൊടുത്തവരായിരുന്നു. അവർ സുവിശേഷം പ്രഖ്യാപിക്കുന്നവരായിരുന്നു. അവർ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷികളായിരുന്നു. ആ പൂർവികമായ പാരമ്പര്യത്തിലാണ് നാമും വന്നു ചേർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ശേമിൻ്റെ പരമ്പരയിൽ ജനിച്ചു, ശേമിൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ചു. നമുക്കറിയാം, ഈ കനാൻ ശപിക്കപ്പെട്ടു എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ 3ാമത്തെ ശാപമാണ്. ശാപം, വേദപുസ്തകം അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്, പക്ഷേ ശാപത്തിൻ്റെ കാര്യങ്ങളും വേദപുസ്തകം വിവരിക്കുന്നുണ്ട്. ശാപത്തിൻ്റെ കാര്യങ്ങൾ ഈ ബൈബിൾ പറയുന്നുണ്ട്. 1ാമത്തെ ശാപം ഏദനിലാണ്. ഏദൻ തോട്ടം അനുഗ്രഹത്തിൻ്റെ തോട്ടമാണ്, പക്ഷേ ഏദനിൽ ശാപമുണ്ടായി. ഏദനിലെ ശാപം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 17-ാം വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിത്യനായ ദൈവം അരുളി ചെയ്യുന്നു. ശാപവാക്ക്, ശപിക്കപ്പെട്ടു എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകം 3:17 ആദ്യം കാണുന്നു. 2ാമത്തെ ശാപം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട്
ശാപഗ്രസ്തനായി പോകണം. കയീൻ നേരിടുന്ന ശാപം, രണ്ടാമത്തെ ശാപം. മൂന്നാമത്തെ ശാപം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നാം കാണുന്നു. 24-ാം വാക്യം. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. ശാപത്തിൻ്റെ പരമ്പര പിന്നെ നാം കാണുകയാണ്. ഈ മൂന്നാമത്തെ ശാപം നോഹയുടെ ഒരു മകനും മകൻ്റെ മക്കളും ഏറ്റുവാങ്ങിയപ്പോൾ നോഹയുടെ മറ്റൊരു മകന് ലഭിച്ചത് അനുഗ്രഹമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണാം. ശേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട തലമുറയിൽ വളർന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ. അബ്രഹാം മൂലം സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിൻ്റെ പിൽക്കാല സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടു. നാം അനുഗ്രഹപാത്രങ്ങളായി തീരണം. ശാപയോഗ്യരായ നാം അനുഗ്രഹപാത്രങ്ങളായി തീരണം. വിഗ്രഹാരാധികളായ നാം അനുഗ്രഹപാത്രങ്ങളായി തീരണം. ശാപകരമായ സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരായ നാം അനുഗ്രഹപാത്രമായി തീരണം. അനുഗ്രഹം നമുക്ക് വേണം, ശാപം നമ്മിൽ നിന്ന് മാറണം. അതിനെക്കുറിച്ച് ഇനിയും അടുത്ത പ്രാവശ്യം പറയാം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹപാത്രങ്ങളായി തീരാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം ശാപത്തിൽ നിന്ന് മോചനമുള്ളവനായി, സ്തുതിക്കപ്പെട്ടവനായി, നിത്യനായ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും പ്രാപിച്ചവനായി വർധനവ് പ്രാപിച്ചു, ഐശ്വര്യം പ്രാപിച്ചു, അഭിവൃദ്ധി പ്രാപിച്ചു, ഉത്കർഷം പ്രാപിച്ചു. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവെ, അനുഗ്രഹപാത്രമായി തീരുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ മൂലം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞാൻ മൂലം എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ മൂലം എൻ്റെ ഭാവികാല തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അനുഗ്രഹപാത്രമായി തീരുവാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. ജീവൻ്റെ തിരുമൊഴികൾക്കായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അനുഗ്രഹപാത്രമായി തീരുവാൻ ഞങ്ങൾ ക്ഷണിച്ചതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. അനുഗ്രഹപാത്രമായി തീരുവാനുള്ളതായ മാർഗം എന്ത് എന്ന് ഞങ്ങൾ കാണിച്ചു തന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. വചനം ലഭിക്കുക, വചനം പ്രമാണിക്കുക, വചനം അനുസരിക്കുക, വചനപ്രകാരം ജീവിക്കുക, അത് മാത്രമാണ് അനുഗ്രഹ കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.